Kalau air tinggi itu semua tak nampak kan? ഹലോ, ഇന്ന് 18-ാം തീയതി 2-ാം മാസം ഫെബ്രുവരി 2026 ചെയ്യുന്ന വീഡിയോ ആണ്. പഴയ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മളെ സുഹൃത്താണ് നമ്മളെ അബാങ് ഹുസൈൻ അബാങ്. അസ്സലാമലൈക്കും അബാങ്. Waalaikumsalam. Apa kabar? Baik. Kabar baik. Oke, alhamdulillah. Ini kita nak pergi mana kita? Pulau besar. Pulau Besar. Oke, insyaallah. Itulah. Abang ini sudah berapa lama ini bawa bot? 30 lebih tahun. 30 lebih tahun. Oke. 30 lebih. Abang sendiri ini enggak bawa bot saja kan? Abang punya kerja macam ini kan? Oh ya. Kita kenal berapa tahun? Saya ingat ada Dekat? 20 tahun. 23 tahun. Saya ada ingat. 23 tahun. Oke. ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ ഇങ്ങനെ പോവാൻ കൂടെ കുറെ ആളുകളുണ്ട്. ഇൻഷാല്ലാ ഇതാണ് ബോട്ടിന്റെ പൈലറ്റ്. ഞാൻ ഏകദേശം ഈ കാക്കാനറ്റ് 20 പരിചയമാണ്. 23 വർഷമായിട്ട് ഞങ്ങൾ ഇവരെ തന്നെ മാത്രമാണ് ഞാൻ വിളിക്കാറുള്ളത്. ഞങ്ങളിങ്ങനെ 23 വർഷമായിട്ട് ഹുസൈൻ കാക്ക എന്നുള്ള ഹുസൈൻ അബാങ് എന്ന് പറയും. കുഴപ്പമില്ല, നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. Bang saya tak tahu bang, kita punya gear, ini boat punya gear. Ya. Dia berapa laju boleh jalan laju dia? 30 knot. 30 knot. 30 ton. Dia punya 30 ton boleh speed. 60 RPM. Oh, 60 RPM. Oh, oke. Ini hari macam mana? Bomba ada itu kurang. അവര് പറയുന്നത് ഇന്ന് അല കുറവുണ്ട്. മറ്റേത് ചില ദിവസം മഴയാണെങ്കിൽ ഭയങ്കര അലയാക്കാറും. ഇന്ന് അല കുറവുണ്ട്, അല അടിക്കൽ കുറവുണ്ട്. Ini dia punya motor berapa cc? Yamaha punya 175. 175. 175. 175. Dia isi minyak berapa? Isi minyak berapa? Dia punya tank berapa? Ini tank kecil. Ya, berapa liter boleh? 30 liter. 30 liter. 30 liter ഇതിലെ ടാങ്കിൽ പെട്രോൾ ഒഴിക്കാൻ പറ്റും ഒരേ സമയം. berapa kilometer boleh jauh? Itu satu tank boleh dalam 15 hingga 20 15 kilometer boleh jauh. 15-20 kilometer. Pergi balik ke atau apa? Pergi saja. Pergi balik ya. Pergi balik. 30 കിലോമീറ്റർ പോയിട്ട് വരാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഇനി സ്പീഡ് കൂട്ടണം. laju boleh kan? Lagi pun boleh kan? Boleh. Sana. Laju. Laju per speed കൂട്ടണം. Ini speed കൂട്ടണം. Apa? Bang, ini apa tuh? UPD itu apa? Ini apa? Ini apa? Ini trim engine turun naik. Oh, Power trim dia. power. Trim engine. Oh. Turun naik. Sekarang dia punya laju berapa? Ini 35. Ini baru RPM baru 35. Ada speed 35 RPM. Oh, 35. 35 RPM ada. 35 RPM apa ini? Dia boleh sampai itu sudah aneh. Ada. Dia kuat, lebih aerolik kuat. Itu RPM dia. RPM. Tapi tak jalan dia punya minyak. ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അത് ക്ഷമിക്കണം. നമ്മളൊരു പാവം സുഹൃത്താണ്. അദ്ദേഹം വളരെ പാവമാണ്. നമ്മളൊക്കെ എപ്പോഴും നല്ലൊരു കൂടുതൽ സംസാരിക്കാനൊക്കെ വലിയ അറിയില്ല. ഞാൻ പറഞ്ഞേക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞേക്ക് അവർക്ക് എന്തോ ഒരു പ്രയാസമില്ല. പെട്ടെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പരിഭ്രമം, വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു യൂട്യൂബിന്റെ കുറച്ച് പിന്നെ എന്താ പറയാ, ഈ ചെറിയ ദ്വീപ് പോലത്തെ കാണുന്നുണ്ടോ? അതാണ് മലാക്ക ടൗൺ ആണ്. അവിടുത്തെ വീഡിയോ കൂടുമ്പോൾ ക്ലിയർ കുറയും.
മോട്ടറിൽ തന്നെ നല്ല സൗകര്യം. Kayaknya tanya sini lebih kurang berapa bot ada bang? Berapa bot? 20. Dan lebih kurang 20. 20 tuh hari-hari mulai jalan ke Ada jalan, ada jalan. ആ കാണുന്ന സ്ഥലത്ത് എന്തോ വർക്ക് നടക്കണം. കുറേ ദിവസത്തെ മുമ്പ് ഞങ്ങൾ കാണുന്നത് ഒരാഴ്ച മുമ്പ് വന്നേക്കാൾ ഇവിടെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ദ്വീപാണ്. അവിടുന്ന് പറയാം പൂളാവ് ബസാർ എന്നാണ് പറയുന്നത്. പൂളാവ് ബസാർ, അതായത് പൂളാവ് എന്ന് പറഞ്ഞാൽ ദ്വീപ്, ഐലൻഡ്. ബസാർ എന്ന് പറഞ്ഞാൽ വലിയത്. നമ്മള് കുറെ ആളുകൾ പറയുന്ന ഒരു വാക്കാണ് പൂള ബസാർ. പൂള ബസാർ, പൂള ബസാർ അല്ല സത്യത്തിൽ. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, പൂളാവ് ബസാർ. പൂളാവ് എന്ന് പറഞ്ഞാൽ ദ്വീപ്, ഐലൻഡ്. ബസാർ എന്ന് പറഞ്ഞാൽ വലിയ ദ്വീപ് എന്നാണ്. പക്ഷെ അത് അറിയാത്തത് കൊണ്ട് കുറെ ആളുകൾ, നമ്മളെ ആളുകളൊക്കെ പറയുന്ന ഒരു വാക്കാണ് പൂള ബസാർ. ഇത് പറഞ്ഞാൽ പൂള ബസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂള ബസാറൊന്നുമല്ല. ഞാനത് ശരിയായ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതിയത് കാണിച്ചു. പഴയ കാലത്ത് ഞാൻ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് 23 വർഷം മുമ്പേ ഒന്നും ഇവിടെ കറണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 6-7 വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-8 വർഷമായിട്ടുള്ള കറണ്ടൊക്കെ ഇതിലേക്ക് ലൈന് വരുന്നത്. മലാക്ക ഭാഗത്തുനിന്ന് കറണ്ട് പോകും. പിന്നെ അന്നത്തെ മുമ്പേക്ക് ഒരു 2 വർഷമായിട്ട് ഫെറി വരുന്നില്ല. ഇവിടെയാണ് ഫെറി വരാറുള്ളത്. Selamat datang ke Pulau Besar Malaka. Welcome to Pulau Besar Malaka. അതിന്റെ മറ്റൊരു ഭാഗം ലാമൈ പൂളാവ് ബസാർ. എഴുതിയാണ് പൂളാവ് ബസാർ എന്നാണ് കേട്ടോ, പൂള ബസാർ അല്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോന്നറിയില്ല. പൂളാവ് ബസാർ, ലാമൈ പൂളാവ് ബസാർ. ഓക്കെ, അപ്പൊ ഞങ്ങള് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. വെള്ളം കുറവായത് കൊണ്ട് കുറച്ച് മുമ്പിലേ കൊണ്ടുപോകുന്ന. അതൊക്കെ നല്ല വെള്ളം, നല്ല വൃത്തിയുള്ള വെള്ളമാണ്, നല്ല പച്ച കളറാണ്. വീഡിയോ എത്രമാത്രം ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല തെളിയുള്ള, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ സമയത്ത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് മലാക്ക ടൂറിസം അതൊക്കെ കുറച്ച് നന്നാക്കി ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. മുമ്പേന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മീൻ പിടിക്കുന്ന ബോട്ടാണ് ഈ കാണുന്നത്. ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബോട്ടുകളും. ആളുകൾ ഇറങ്ങുന്നത് കണ്ടോ? കോണി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഉണ്ടോ? ബോട്ടിൽ ആളുകൾ കയറുന്നുണ്ടോ? കോണി വെച്ചിട്ട് അങ്ങനെയാണ് കയറുക, ഇറങ്ങുക. ഇതാണ് ബോട്ടിൻ്റെ പേര്. ഉണ്ടോ? ഒരു ബോട്ട് പോവാണ്. ഞങ്ങളെ കൊടുന്നാക്കി തന്ന അബാങ് പോവാണ്. അബാങ് എന്ന് പറഞ്ഞാൽ കാക്ക എന്ന് പറയാം. അബാങ് ഉണ്ടല്ലേ. ഫെറി വന്ന് നിന്ന അവിടെയായിരുന്നു. ഇപ്പോൾ ഫെറി ആളുകൾ കുറവായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഫെറി വരുന്നില്ല. കണ്ടോ, അവിടെ പോയ ബോട്ടിന് പറയാനതാ നമ്മളെ അബാങ് ഹുസൈൻ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏരിയ നല്ല തണ്ടാസ് അവാം പബ്ലിക് അവാം എന്ന് പറഞ്ഞാലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മലായിൻ്റെ വീഡിയോയിലൂടെ വരും, മലായി ഭാഷ. അപ്പോൾ ഇത് തണ്ടാസ് അവാം, ടോയ്ലറ്റ് അവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്. ഓക്കെ, പിന്നെ ഇവിടെ കാറ്റാടികളൊക്കെ ഇഷ്ടംപോലെ കാറ്റാടികളൊക്കെ നിർത്തിച്ചിട്ട്
കാണാൻ നല്ല. ഇപ്പോൾ ഈ റോഡൊക്കെ പുതുതായിട്ട് ഇപ്പോൾ ചെയ്തതാണ്. ഈ റോഡൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഇവിടെ ഇങ്ങനെ പുല്ലും കാടും ഒക്കെ ഇപ്പോൾ കണ്ടില്ല, ഭംഗിയായിട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പൂസാട്ട് ഇൻഫോർമാസി എന്ന് പറഞ്ഞാൽ ഓഫീസ്, ഇൻഫർമേഷൻ ഓഫീസ്, ഇൻഫർമേഷൻ കൗണ്ടർ എന്നൊക്കെ പറയും. പൂളാവ് ബുസാർ. ഞാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും, പൂളല്ല, പൂളാവ് ബസാർ ഇൻഫർമേഷൻ സെൻറ്റർ. എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. മെയിനായിട്ടുള്ള ഇവിടുത്തെ മലാക്കൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഫെറി ഉള്ള ഭാഗത്തു നിന്ന് നമ്മളെ ദർഗൻ്റെ ഭാഗത്തേക്ക്, പൂളാവ് ബസാർ ദർഗയിലേക്ക് പോകുന്ന ഏകദേശം ഒരു 400 മീറ്റർ ഉണ്ട്. 500 മീറ്റർ ഉണ്ടാവും. അളന്നിട്ടല്ല പറയുന്നത്, എങ്കിലും ഞാനൊരു വന്ന് പോയിട്ടുള്ളൊരു അനുഭവിച്ചു. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുമ്പോൾ ഒരു 400 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ നല്ല കുറച്ച് വൃത്തിയായി. അതൊക്കെ ഭാഗങ്ങളൊക്കെ കാട് മലയായിട്ട് കിടക്കിയിരുന്നു. ഒക്കെ ഇപ്പോൾ കുറച്ച് വൃത്തിയായി. നടക്കുമ്പോൾ ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിക്കോളൊന്നും ഇല്ല, കുറവുകളൊക്കെ ക്ഷമിക്കണം. കണ്ടില്ല, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കപ്പ പ്രൈമത്താൻ പൂളാവ് ബസാർ മലാക്ക. ഇങ്ങനെ ഓരോന്ന് ആളുകൾക്ക് സേവ, വാടകയായിട്ട് സേവ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ഇങ്ങനെ ഇരിക്കാനും ഇതിനൊക്കെ വണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ മലയാളിക്കാർ മറ്റുള്ളവരൊക്കെ ഓരോന്ന് ടെൻ്റ് കെട്ടി താമസിക്കുക. ഒരു രസകരമായിട്ട് ലീവ് കിട്ടുമ്പോൾ ആ ലീവുള്ള സമയത്ത് ഇന്നത്തെ ചെറിയ ടെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ചെറിയ പാലുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര അത്യാവശ്യമായിട്ട് തോന്നണമെന്നില്ല ആ പാലം. പക്ഷെ അതൊരു ഭംഗിക്ക് വേണ്ടി, ഇതിനൊരു അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ ഇതിനൊക്കെ പോകുമ്പോൾ അന്ന് ഇങ്ങനെ കയറ്റും, മരങ്ങളുടെ വേരും, ഭയങ്കര വലിയ വലിയ വേരുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഇത്തരം നടക്കേണ്ടത് എന്തായാലും ഈ സമയത്ത് കടലിൽ വേലിയിറക്കം എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ബോട്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ടു നിർത്തിയത്. വെള്ളം ഇറങ്ങിയ സമയമാണ്, വേലി ഇറക്കത്തിലായിരുന്നു. ഇവർ അയർ സുറൂട്ട്, അയർ പാസാങ് എന്ന് പറയും. അയർ സുറൂട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങുക. അയർ സുറൂട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇനി അയർ പാസാങ് വൈകിട്ട് 8 മണി 9 മണിയൊക്കെ ആവും. വൈകിട്ട് 8 മണി 9 മണിയൊക്കെ ആവും വെള്ളം കൂടി വരണമെങ്കിൽ. വലിയ വലിയ മരങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ള ഏരിയയിലേക്ക് പോയാൽ നമ്മൾക്ക് 2-3 ആളുകൾക്ക് പിടിച്ചാൽ കുടിയെത്താത്ത മരങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല കേട്ടോ. അല്ലേ, ഇപ്പോൾ മലേഷ്യക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് സിയാറത്ത് ചെയ്യാൻ വരും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് ഇങ്ങനെ ടെൻറ്റ്, അവിടെയൊക്കെ കണ്ടില്ല ടെൻറ്റ് ഉണ്ടാക്കി. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ടെൻറ്റ്, ഇപ്പോൾ കുറച്ച് കുറവാണ്. ആളുകൾ ഒഴിവനുസരിച്ച് വരും. അതുണ്ടോ അവിടെ കേമകളൊക്കെ വാടക കിട്ടും. കേമ പറഞ്ഞാൽ കൈമ, നമ്മളവിടെ കൈമാറി, ഇവിടെ കേമാന്ന് പറയും. നാട്ടിൽ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറയില്ലേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ അത്ര അടുത്ത് കടലല്ലേ, അവിടുന്ന് 100 മീറ്റർ ദൂരം കൂടല്ല കിണറാണ്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല വൃത്തിയില്ല. ഞങ്ങൾ ഇവിടുന്ന് വെള്ളത്തിൽ നിന്നെടുത്ത് കുളിക്കാറുണ്ട്, മേത്ത് വെള്ളം പാരാറുണ്ട്. ഒരു സുഖമാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇതൊക്കെ ക്യാമായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരികയാണ്. രസമായിട്ട് പിന്നെ സിയാറത്തും ചെയ്യാം. വൈകുന്നേരം നല്ല കൊതുകുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും ഇങ്ങനെ, ഞാൻ മോശമാക്കി പറയല്ലോ കേട്ടോ, നമുക്കത് അനുഭവം ഉണ്ടായതുകൊണ്ട് പറയാം. അങ്ങനൊരു കൊതുകില്ലാത്ത നാടുകളില്ലല്ലോ, ഏത് ഭാഗത്തും ഉണ്ടാവും കൊതുക്. പക്ഷെ ഇവിടെ ഈ കടലിൽ ചപ്പും ചണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ നല്ല എന്താ പറയുക, കൊതുക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നല്ല പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ് തന്നെ. മലാക്ക ഗവൺമെൻറ്
മലക്കാൻ്റെ ഈ നഗരി ഉണ്ടല്ലോ, നഗരി പറഞ്ഞ ഈ സ്റ്റേറ്റ്, മലക്ക ഒരു സ്റ്റേറ്റാണ്. അവർ നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതുപോലെ ടൂറിസം ഏരിയ വകുപ്പ് ഉഷാറാക്കാൻ വേണ്ടിയൊക്കെ നല്ല ആളുകളെ ഈ മലാക്കിലേക്ക് വരുത്തുന്നുണ്ട്. ഞാൻ നടന്നും പോകുന്നുണ്ട്, മാത്രമല്ല 23 ബോട്ടിൽ വെള്ളം തന്നിട്ടുണ്ട്. അവിടെ ദർഗയിലൊക്കെ വെച്ചിട്ട് ഒരു ബർക്കത്ത് എടുക്കാൻ പോവാണ്. അതിൽ വിശ്വാസമുള്ളവർക്ക് അത് ഗുണം കിട്ടും, വിശ്വാസമില്ലാത്തവർക്ക് ഇതല്ല. അത് അവരവരുടെ വിശ്വാസമല്ലേ. നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നാണല്ലോ മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഹിന്ദു നാനാജാതി വരും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം മുഹിബ്ബാന്നറിയും. ചൈനീസ്, ക്രിസ്ത്യൻസ്, പിന്നെ ബുദ്ധീസ്, ചൈനീസ്, പിന്നെ നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഓ തൂക്കിയിട്ട് വരത്. ഇവിടെയുണ്ട് ഒരു കിണർ, ഇവിടെയുണ്ട് കിണർ കണ്ടോ, കിണർ കണ്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ സൗകര്യത്തിന് വേണ്ടി കുളിക്കും. വെള്ളം ഉണ്ടല്ലേ. ഈ മോട്ടറുകളൊക്കെ വാടകയ്ക്കാണ്. ഒരു മണിക്കൂറിന് അരമണിക്കൂറിന് 15 റിങ്കിറ്റ്, ഇവിടുത്തെ 15 റിങ്കിറ്റ് അരമണിക്കൂറിന്. ഒരു മണിക്കൂറിന് 25 റിങ്കിറ്റ്, അതായത് 30 വാങ്ങേണ്ടടുത്ത് 5 രൂപ കുറവാണ് ഒരു മണിക്കൂർ. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഓ എന്നൊക്കെ മഴയാ ഇറക്കില്ല. അത്ര ഇതെല്ലാം ഇതന്നെമ്മാ, ഇതന്നെ എന്ത് ബോത്തല്, ഇതന്നെ എന്താ ഇതിലെന്നാ. ഓ ഓ ഓ நல்லா இருக்கும். അല്ല அவங்க வந்திருக்காங்க. யாரு இதோ வந்திருக்காங்க, இந்த அவங்களும் வந்திருக்காங்க. போயிட்டு ஜியாரத் பண்ணிட்டு வராங்க. அப்புறம் போகும்போது பேசிக்கலாம். லேட் ஆயிடுச்சுல, வந்து சேர்றதுக்கு லேட் ஆயிடுச்சு. இப்போ ദർഗയിലെത്തി. ഇതിവിടെ ഒരു ദർഗയുണ്ട്. പ്രത്യേകമുണ്ട്, പ്രത്യേകം നിബന്ധനകളുണ്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ എല്ലാവർക്കും ഓടി വരാൻ പറ്റില്ല. വൃത്തിയായിട്ട് കാര്യങ്ങളുണ്ടോ. പിന്നെ കണ്ടോ, അവിടെ കണ്ടോ ഡ്രസ്സ് എങ്ങനെ ധരിക്കണം, അവിടെ വരുമ്പോൾ ഡ്രസ്സ് എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും ചൈനീസിനൊക്കെ നല്ല വിശ്വാസമാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ന് പറയണില്ല, പക്ഷെ അധിക പേരും വിശ്വാസമില്ല. ഞാൻ 23 വർഷമായില്ല ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചൈനീസും ബുദ്ധീസും ഒക്കെ വരാറുണ്ട്. വെള്ളക്കാർ വരെ വരാറുണ്ട്. ചില ആൾക്കാർ അവിടെ പ്രാവുകൾക്ക് തീനിട്ട് കൊടുക്കുന്നുണ്ട്, തീറ്റ. ഇതാണ് കയറി കേട്ടോ. ഇനി ഞാൻ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. ഇതാണ് പൂളവ് ബസാർ ദർഗ. ഇവിടുത്തെ അവരുടെ പേര് സയ്യിദ് ഇസ്മായിൽ വലിയുള്ള, സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് ഇസ്മായിൽ വലിയുള്ള പേര്. ഞാൻ ബാക്കി അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ശരിയാക്കി ബാക്കി റെക്കോർഡ് ചെയ്യാം.